നമുക്കൊരു യോഗമുണ്ട്. അത് പറഞ്ഞില്ലേ, നമുക്കുള്ളതാ നമുക്ക് കിട്ടുള്ളൂ. അതല്ല അവളും പറഞ്ഞത് എന്നോട്. നമ്മൾ ആ ദുഃഖത്തിൽ കൂടി തന്നെ കടന്നു പോകണം. അത് നമ്മുടെ കർമ്മമാണ്. സ്വിച്ചിട്ടമാരി മാറ്റാനൊന്നും പറ്റില്ല നമ്മളെ. യു ഷുഡ് ഹാവ് ദാറ്റ്. ആ ഒരു ദുഃഖം നമ്മൾ അനുഭവിച്ച് തീരണം. സ്റ്റീൽ ഫോട്ടോസ് മാത്രം നോക്കി ഞാൻ ഇരുന്നിട്ടില്ല. നീ എപ്പോഴെങ്കിലും ഒന്ന് ചലിക്കുമോ ചോദിച്ചിട്ടുണ്ട് ഞാൻ. എന്നെ ഹാപ്പി ആക്കേണ്ടത് നിങ്ങളെല്ലാവരും. ഈ സെക്കൻഡ് വരെയും അതേ വേദന തന്നെയാണ് എനിക്ക്. അതേ ഈ ശ്വാസം പോണവരെ അങ്ങനെ ഉണ്ടാവുള്ളൂ. ഒരിക്കലും നമുക്ക് ഇതാക്കാൻ പറ്റില്ല. അത്ര അധികം ആയിരുന്നു. 35 കച്ചേരി ചെയ്തു ആ കുട്ടി ആ പ്രായത്തിൻ്റെ ഇടയിൽ. അറിയോ, 35 കച്ചേരി ഇസ് നോട്ട് എ ജോക്ക്. ഫ്രം കലാക്ഷേത്ര സ്റ്റൈൽ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ചെയ്യണേ. നിങ്ങളുടെ ഒരു സൗഹൃദമായിരുന്നു അല്ലേ, ഒരു ബെസ്റ്റ് ഫ്രണ്ട് പറയാത്ത. ഞാൻ തന്നെ അവളെ എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ജനിച്ച കുട്ടിയാന്ന് ഞാൻ പറയും. അതൊരു മനുഷ്യ ആത്മാവ് തന്നെയാണോ എന്ന് പലപ്പോഴും ഞാൻ സംശയിക്കും. ഒരു ദേവാംശം. അപ്പോൾ അതിൽ പിന്നെ മോള് തുടങ്ങിയപ്പോഴും ഞാൻ മോളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എന്നെ നക്ഷത്രങ്ങളിൽ ആ ഫ്രെയിമിൽ പിടിച്ചിരുത്തിയത് ഹരിഹരൻ. ആ നക്ഷത്രങ്ങളിലെ മഞ്ഞപ്രസാദം തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു ചെറുപ്പക്കാരി, ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാനാ. ഒന്ന് സുന്ദരിയായിരുന്നു. ആരും ചോദിക്കും ഞാൻ ഫിഷിങ് ഫോർ കോംപ്ലിമെന്റ്. അല്ല, ഞാൻ പഴയ ഫോട്ടോസൊക്കെ നോക്കുക, അപ്പോൾ എന്ത് സുന്ദരിയായിരുന്നു എന്ന്. ഞാൻ കുറേ ഫോട്ടോസ് എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു കുറേ കഥകൾ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ ഒരു സുന്ദരിയുടെ ഫോട്ടോ, ഈ ഒരു ഫോട്ടോയുടെ ഒരു കഥ. അതെ, അത് തമിഴ് കാർത്തികിൻ്റെ ഉന്നെ നനച്ച പാട്ട് പഠിച്ചേ. നല്ല പൊള്ളാച്ചിയിൽ ഉള്ളപ്പോൾ എല്ലാം ഒരു ഞാനവിടെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പോകണമല്ലോ കൂടെ. അപ്പോൾ അവിടെ പോകുമ്പോൾ മോളെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പേ അവരെടുത്ത ഫോട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് മനുഷ്യക്ക് ഒരുപാട് പട്ടിക്കുഞ്ഞുങ്ങളും പട്ടികളൊക്കെ വീട്ടിൽ ഭയങ്കര പട്ടിപ്രാന്തന്മാരായിട്ടായിരുന്നു. മോള് അയ്യോ അതൊക്കെ ഒരു വലിയ എപ്പിസോഡാണ്. അത് ഞാൻ എഴുതിയിട്ടുണ്ട്, മനുഷ്യയുടെ ബുക്ക് ഞാൻ എഴുതി കഴിയാഞ്ഞു. മനുഷ്യ അങ്ങനെ ഒരു നോ നോൺസെൻസ് ടൈപ്പ് എന്ന് പറയില്ലേ, ആ ടൈപ്പായിരുന്നു. ഞാനാണ് കുറച്ചും കൂടി എനിക്കാണ് കുറച്ചും കൂടി ചഞ്ചലമാണ്. അവിടെ ഒരു ചഞ്ചലം ആവില്ല. എല്ലാത്തിനും എല്ലാം നല്ല നല്ല ഉറപ്പാണ്. എന്ത് പറയണം, എന്ത് ചെയ്യണം. മാധ്യമങ്ങളൊക്കെ അന്നൊക്കെ നമുക്ക് നേരിട്ട് സംസാരിക്കില്ലല്ലേ. അപ്പോൾ ഞാനിരിക്കുന്നുണ്ട് മോളെ ഇപ്പോൾ ഇൻ്റർവ്യൂവിന് വന്നില്ല. അപ്പോൾ ആദ്യം തന്നെ അവൾ പറഞ്ഞു ഞാൻ നന്നായി സംസാരിക്കുമല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം പറയാമേ സൂക്ഷിച്ചിട്ടിട്ടോ പെടുത്തേന്നും മാത്രം വായ തുറക്കരുതേ എന്നൊക്കെ പറയും. ഞാനും മറന്നു പോകും. അപ്പോൾ ഇവരുടെ അടുത്ത് ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയും. അതായത് കുറേ മാഗസീൻസിൻ്റെ ആൾക്കാർ, പത്രക്കാർ, നമുക്കിതൊന്നുമില്ല. ഒരു 2-3 ഫോട്ടോ എടുക്കും, അത് പിന്നെ ബാക്കി സംസാരം, അത് എഴുതും, അത്രയല്ലേ ഉള്ളൂ. നമുക്കിതൊന്നുമില്ല. ആ സമയത്ത് ഞാൻ ഒരിക്കൽ പങ്കജ ഹോട്ടലിലാണ്. അപ്പോൾ റിസപ്ഷനിലാണ് ഉണ്ടായിരുന്നത് ഇൻ്റർവ്യൂ ഒക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ സംസാരിച്ചു കൂടെ മോളെ അത് ഇതെന്നൊക്കെ അങ്ങനെ. അപ്പോൾ എന്തോ ഒന്ന് ചോദിച്ചു അവരോട്. അവരൊരു കുസൃതി ചോദ്യം അവളോട് ചോദിച്ചു. അവളെ എന്തോ പിടിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഗോസിപ്പിലേക്ക് നീങ്ങുന്നൊന്നും എനിക്ക് നിശ്ചയില്ല. മോളെന്തോ പറഞ്ഞ് ചിരിച്ചു. മോളെ ചിരിക്കുകയുള്ളൂ. ചിരിച്ച് അപ്പം മനുഷ്യൻ അങ്ങനെ എപ്പോഴും ചിരിച്ചാൽ ഞങ്ങളെന്താ എഴുതുക ചോദിച്ചു. അതിനും ചിരിക്കും. കുറച്ച് മാത്രം പറഞ്ഞു കൊടുക്കും, ബാക്കി ചിരിക്കും. കിരികിരികിരികിരിയും ചിരിക്കും. ഞാനെടുത്തിരുന്നിട്ട് ഞാനിങ്ങനെ പറയുക, ഇവർ ചോദിച്ചതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ കുറച്ച് നേരം ഒന്ന് എൻ്റെ മുഖത്തേക്ക് നോക്കി മോള്. ഞാൻ അവളെ ശ്രദ്ധിക്കണില്ല, ഞാനിങ്ങനെ കാര്യമായിട്ട് പറഞ്ഞു. അപ്പോൾ അവർ ഭയങ്കര താല്പര്യമായിട്ട് അതല്ലേ എന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പം എന്താ കുറച്ചും കൂടി എന്നെ അങ്ങനെ നോക്കി. അപ്പം ഞാൻ പിന്നെ എന്താ അവളെ നോക്കണം. പിന്നെ നമ്മൾ കുറേ നേരം ആരെയും നമ്മളെങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് നോക്കി അല്ലേ. അപ്പം ഞാൻ നോക്കിയപ്പോൾ അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു താത്തിയൊക്കെ തല പറയില്ലേ, ഒന്ന് അമ്മയുടെ എതിരായിട്ടൊന്നും പറയില്ല, ഇൻസൾട്ട് ചെയ്യൊന്നും ചെയ്യില്ല, ഒരാളം പോലെ ഒന്നും. അത് കഴിഞ്ഞപ്പോൾ ഇവരോട് ചോദിക്കണം, അല്ല നിങ്ങൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നതോ അമ്മേനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നതോ? അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു പോയിൻ്റ് ശേഷം എന്നോട് പറഞ്ഞു, അമ്മ യു ആർ എൻ ഓപ്പൺ ബുക്ക്, എനിബഡി ക്യാൻ റീഡ് യു. നേരെ ഓപ്പോസിറ്റാണ്. അല്ല മോളൊക്കെ വളരെ സൂക്ഷിച്ചിട്ടാണ്. എനിക്ക് എഡിറ്റിംഗ് ഇല്ല. അതെല്ലാം അത് പറയേണ്ടത് മാത്രം പറയുള്ളൂ മനുഷ്യൻ. ആരോടും പറയേണ്ടാത്ത ഒരു വാക്ക് പറയില്ല. ഞാൻ എനിക്ക് മനസ്സ് തോന്നിയതൊക്കെ പറയും. ചിലപ്പോൾ കുഴി ചാടും, സാരമില്ല. പക്ഷെ ഇങ്ങനെയുള്ള അമ്മേനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. സെറ്റിൽ
മോനിഷ വരികയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഒരു അലാറം വെച്ചോണ്ട് ചിരിച്ചോണ്ട് വരും. എത്ര ദൂരെയാണെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. ആ പണ്ട് വാസേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും MD, ഓൾമോസ്റ്റ് എവറി ഡേ വിളിക്കും. കാരണം അവള് സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കാൻ നല്ല മാർക്കിൽ റാങ്ക് സ്റ്റുഡൻറ്റാണ്. അപ്പോൾ ഇവിടെ വാസേട്ടന് കുറേ ഈ അവാർഡുകൾ തന്നെ വരും. ഇപ്പം ഇവർ വീട്ടിലെ കോൺവെർസേഷനാണ്. ഞാനൊരു ലാൻഡ് ഫോണാണ്. അപ്പോൾ വിളിച്ചു, നീ എന്താ ചെയ്യണം അവിടെ എന്നൊക്കെ ചോദിക്കാൻ പറയാം. അയ്യോ ആണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഇതായിരുന്നു, നല്ല എക്സാം ആയിരുന്നു, അത് ഇത്. അപ്പം എന്തെന്നെ എക്സാം കഴിയുക എന്ന് പറയും. മറ്റേത് എത്ര കിട്ടി എന്നൊക്കെ വിളിക്കും, മാർക്ക് പറയും. അപ്പം കുട്ടി നീ ഇതൊക്കെ എപ്പോഴാണ് കുത്തിക്കുറിക്കണത് ചോദിക്കുന്നത് ഞാൻ കേൾക്കുക. കുട്ടി ഇതൊക്കെ നീ എപ്പോഴാണ് കുത്തിക്കുറിക്കണേ? ഞാൻ പറയാം ആക്കെ അവൾ കിക്കി ചെയ്ത്. അപ്പോൾ പറഞ്ഞാൽ എന്നാൽ ഒരു കാര്യമുണ്ട്, എനിക്ക് ട്രീറ്റ് തരണം. അപ്പം അങ്കിളുടെ എത്രാമത്തെ അവാർഡ് ഇന്നലെ കിട്ടിയത്? അപ്പോൾ അങ്കിൾ എനിക്ക് ട്രീറ്റ്. ഇവർ തമ്മിൽ ട്രീറ്റ് കൊടുക്കില്ല പരിപാടി പറയില്ല എന്നും. എനിക്ക് സങ്കടം തോന്നുന്നത് അത് കേൾക്കുമ്പോൾ. അപ്പോൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ അവർ അത് അങ്ങനെ എല്ലാം പറയുമ്പോൾ അപ്പോൾ എന്നോട് പറയാം ഉണ്ണി, ഞാനും എൻ്റെ ഹസ്ബൻഡും. അപ്പോൾ വാസേട്ടൻ ഇടയ്ക്ക് വരുമായിരുന്നല്ലോ വീട്ടിൽ. അപ്പോൾ വാസേട്ടൻ പറയും ഉണ്ണിയുടെ അടുത്ത്, ഞാനേ ഇവളുടെ ചിരി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഡെയിലി വിളിക്കണേ. തുടങ്ങുമ്പോഴും ഉണ്ട് ഒരു കിലുക്കം, പിന്നെ ഇടയ്ക്ക് ഒരു കിലുക്കം, പിന്നെ വെക്കുമ്പോഴും ഒരു കിലുക്കം. ഇവളെ ചിരി കേൾക്കാനായിട്ടാണ് ഞാൻ ഫോൺ ചെയ്തത്. MT പറഞ്ഞ വാക്കുകളാണ് അത്. അങ്ങനെയായിരുന്നു പക്ഷേ ചിരി. അതപ്പോൾ വിനീത് പറഞ്ഞില്ലേ ഇങ്ങനെ. മനോജ് തന്നെ പറയും, മനോജ് ഇങ്ങനെയൊക്കെ ചിരിക്കും, മനോജ് ഇങ്ങനെ പൊട്ടി പൊട്ടി ചിരിക്കുമല്ലോ. അപ്പം ഞാൻ എപ്പോഴും പറയും, എൻ്റെ മനോജ്, എനിക്ക് മനോജിനെ കാണുമ്പോൾ ഒക്കെ മോനിഷേനെ ഓർമ്മ വരും. അതേമാതിരി എന്ന് പറഞ്ഞാൽ എന്നോട് ചിരിക്കും. ഞാൻ പറയും എന്താ ഇവരൊക്കെ ഇങ്ങനെ ചിരിച്ചിരുന്നു പണ്ട്, ഹൃദയം തുറന്ന ഇന്നസെൻ്റ് ആയിട്ടുള്ള ചിരികളെ. അപ്പോൾ ഇപ്പോഴും അങ്ങനെ മനോജ് എന്നെ കണ്ടു കഴിഞ്ഞാൽ ചിരിക്കും. ഇങ്ങനെ ചിരിക്കുമ്പോൾ അയ്യോ ഇത് മോനിഷ തന്നെ. എനിക്ക് അതാണ് ഈ മോനിഷയും അതെ വിനീതും മനോജും റഹ്മാനും ഇവരൊക്കെ ആയിരുന്നു. ഇന്നും ഇപ്പോൾ അവർ എൻ്റെ സ്വന്തം കുട്ടികളെ മാതിരിയാണ്, മോളെ മാതിരി എനിക്ക് അവരോടൊക്കെ എപ്പോഴും തോന്നുക. പണ്ട് എനിക്ക് മോനിഷയുടെ ചായ ഉണ്ടായിരുന്നില്ല. ഇല്ല, സത്യം. പഴയ ഫോട്ടോസ് ശരിക്കും ഉണ്ണിയേട്ടൻ്റെ അച്ഛൻ്റെ അതേ ചായ ചിരിയൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഭയങ്കര. ഉണ്ണി എപ്പോഴും പറയാം അത് എൻ്റെ മോളല്ലേ, എൻ്റെ ചായയാണ്, തൻ്റെ ഒന്നും തൻ്റെ ഒന്നല്ല, എന്നെ എന്നും കളിയാക്കും. ഇതിപ്പം എപ്പോഴും ഒരു അമ്മ അവർക്ക് സാധിക്കാത്ത ആഗ്രഹങ്ങളാണ് മകളിലൂടെ സാധിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾ എപ്പോഴും അമ്മയുടെയും കൂടെ ഒരു സ്വപ്നമാവും എന്ന് പറയാറുണ്ടല്ലോ. ആ സ്വപ്നങ്ങളിലൂടെ തന്നെയായിരുന്നോ മോനിഷേനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? 100% അത് തന്നെയായിരുന്നു. ആണല്ലേ. ചെറുപ്പത്തിൽ ഞാൻ നടക്കാൻ തുടങ്ങുമ്പോൾ ആനത്തലയോളം വെണ്ണ തരാമട പാട്ടൊക്കെ വെച്ചിട്ട് നടക്കാനേ അറിയില്ല, എനിക്ക് ഡാൻസ് ചെയ്യാനേ അറിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ വലുതായപ്പോൾ എനിക്ക് എന്നെ ഒന്ന് സിനിമയിലേക്ക് വിടാൻ വേണ്ടി ഒരുപാട് അമ്മയോട് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്. AVM സ്റ്റുഡിയോക്കാർ വിളിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് 2 ഇയേഴ്സിന് കോൺട്രാക്റ്റ് കൊടുക്കണം നമ്മളന്ന്, കുട്ടികളെ കൊടുക്കണം അങ്ങോട്ട്. പിന്നെ നമുക്ക് ബന്ധമില്ല, അന്ധകാലം. അപ്പോൾ അതിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞ അമ്മ എന്നെ ഒന്ന് സിനിമയിൽ വിടും. അത് ഭയങ്കര ബഹളമായി വീട്ടിൽ, ഞാനും ചേച്ചിയുണ്ട്. അപ്പം അത് കഴിഞ്ഞ് വീണ്ടും ചോദിച്ചു, കുറച്ച് വലുതായപ്പോൾ ഞാൻ കുറേ കെഞ്ചി കാണുന്നു, അമ്മ എന്നെ ഒന്ന് ജന്മയിൽ എനിക്ക് ലളിത പത്മിനി രാഗിണിയില്ല, അല്ലെങ്കിൽ പത്മിനി വൈജയന്തിമാല ഇവരെ പോലെ ആവണം. കാരണം ഡാൻസ് ഉണ്ട്, അഭിനയമുണ്ട്, നല്ല ഭംഗി. അപ്പം ഇവരോട് ആരാധികയാണ് ഞാൻ, കടുത്ത ആരാധിക എപ്പോഴും തന്നെ. എനിക്ക് വൈജയന്തിമാല ഇല്ലാതെ ഇല്ല എൻ്റെ ഒരു ഇമാജിനേഷൻ. ഞാൻ ആ കാലങ്ങളിൽ കല്യാണമൊക്കെ കഴിയണ ആ പ്രായത്തിൽ വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, വൈജയന്തിമാലയുടെ ശായല അവിടെ എൻ്റെ കുട്ടിയെന്ന്, മോനിഷേനെ. അത് ഞാനൊന്ന് അവരോട് പറയും ചെയ്തു ഒരിക്കൽ. അപ്പോൾ അവർ എൻ്റെ താടി പിടിച്ചിട്ട് പറയാം. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് ഭയങ്കര അതുപോലെയായിരുന്നു മോളെ ചിരിയൊക്കെ എന്ന് പറയാം. അപ്പോൾ എൻ്റെ താടി പിടിച്ചിട്ട് ഇങ്ങനെ പറയാം, അതിനെന്താ ശ്രീദേവിക്കും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ എന്ന് എന്നെ സമാധാനിപ്പിക്കാനൊക്കെ പറഞ്ഞ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിരുന്നു. അപ്പം എനിക്ക് അന്ന് മുതലേ എനിക്ക് അഭിനയം, ഡാൻസ്, അഭിനയം അങ്ങനെ തന്നെ. എനിക്കിങ്ങനെ ക്ലാസിക്കൽ ഡാൻസ് അങ്ങനെ ഒന്നും വലിയ താല്പര്യമല്ല. എനിക്ക് ഡാൻസ്, എനിക്ക് ഫ്രീ ഡാൻസ്. അപ്പോൾ അന്ന് ഞാൻ പണ്ട് ഫിലിം ഡാൻസൊക്കെ റെക്കോർഡ് വെച്ച് ഞാൻ ചെയ്തിട്ട് എനിക്ക് ചീത്തപ്പേര് കിട്ടിയിട്ടുണ്ട്. റെക്കോർഡ് ഡാൻസർ എന്ന് പറയും. ഇന്നിപ്പോൾ എല്ലാവരും കളിക്കണല്ലേ. അന്ന് റെക്കോർഡ് ഡാൻസർ എന്ന് പറഞ്ഞാൽ ഗ്രേഡ് കുറഞ്ഞ പരിപാടിയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ സ്വപ്നം ഒരു സിനിമയായിരുന്നു. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പോയി പറഞ്ഞു, അമ്മ എനിക്ക്. അപ്പം അമ്മ പറഞ്ഞു, നീ വലുതായിട്ട് നിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് നിനക്കൊരു പെൺകുട്ടി ഉണ്ടാവട്ടെ, ആ പെൺകുട്ടീനെ നീ സിനിമയിൽ വിടുമോ എന്ന് ഞാനൊന്ന് കാണട്ടെ. അമ്മ കാലം മാറി, കഥ മാറി. മോള് 14 വയസ്സാകുമ്പോഴേക്കും അങ്ങനെ വാസേട്ടൻ്റെ ഇവർ വിളിക്കുന്നു, നമ്മൾ അതൊക്കെ നടക്കുന്നു, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്.
അങ്ങനെ സിനിമയിൽ വരുന്നു. ഇതാ അമ്മയോടൊന്ന് പറയാം, അവിടെ അവതരിപ്പിക്കണം, ഇവിടെ തറവാട്ടിൽ വന്നിട്ട്, ഞങ്ങൾ ബാംഗ്ലൂരാ, മോളെ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത് ഒരു കല്യാണം നിശ്ചയിക്കത്തക്ക മാതിരിയുള്ള ഒരു ഇമ്പോർട്ടൻസ് ആണ്. ഒരു കുട്ടീനെ സിനിമയിലേക്ക് അയക്കല്ലേ, ഞാൻ പോയി. ഉണ്ണി പറഞ്ഞു ഞാൻ പറയില്ല. ഉണ്ണി എൻ്റെ ഹസ്ബൻഡ്, ബേബി പോയി പറഞ്ഞോളൂ, എൻ്റെ 4 ബ്രദേഴ്സ്, എൻ്റെ അമ്മ, അവിടെ പോയിട്ട് ഇത് അവതരിപ്പിക്കണേ. അപ്പം എന്താ നീ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിക്കണേ? അപ്പം ഞാൻ SKS ബസ്സിൽ കയറിയിട്ടാണ് പോവുക. അന്ന് SKS ബസ്സുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് രാവിലെ എന്താ നീ പെട്ടെന്ന് വന്ന് ചോദിച്ചപ്പോൾ അല്ലമ്മേ പേടിച്ചിട്ടേ പറഞ്ഞു, ഞാൻ മോളെ ഒരു സിനിമയ്ക്ക്. ആരാ സിനിമ? ആരാ സിനിമ? ഞാൻ പറഞ്ഞു അങ്ങനെ പിന്നെ MTയുടെ ഹരിഹരൻ്റെ ഒക്കെ പടത്തിന്. കുട്ടൻ എന്താ പറഞ്ഞു? കുട്ടൻ എൻ്റെ ഹസ്ബൻഡ്, അവളച്ഛൻ. കുട്ടൻ എന്താ പറഞ്ഞത്? അങ്ങനെ കുട്ടനാണ് പറഞ്ഞത് അതിനെ അഭിനയിപ്പിക്കണം, കുട്ടനാണ് എന്നെക്കാളും കൂടുതൽ താല്പര്യം, ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ. കുട്ടൻ നിശ്ചയിച്ചാൽ എനിക്ക് ബുദ്ധിമുട്ടില്ല, അവളച്ഛനല്ലേ, ഞങ്ങൾക്ക് എന്താ അധികാരം? അപ്പോഴും എനിക്ക് ക്രെഡിറ്റ് ഇല്ല, അത് ആ അച്ഛനാണ് ക്രെഡിറ്റ്. ഞാൻ പറഞ്ഞു എനിക്ക് സന്തോഷമായി, എന്തായാലും വേണ്ടില്ല. വലിയ ഏട്ടനൊക്കെ വന്ന് നിന്ന് എല്ലാവരും നിന്ന് കേൾക്കണേ, സിനിമയിലേക്ക് മനുഷ്യനെ അയക്കണത്. അത് ആദ്യത്തെ പെൺകുട്ടി വീട്ടിലത്തെ, അത് വേറെ ഏതെങ്കിലും തറവാട്ടിലെ ആദ്യം ഒരു പെൺകുട്ടി, ഒക്കെ ആൺകുട്ടികളാ. അപ്പം ഇങ്ങനൊരു കുട്ടീനെ അന്നൊരു ഇതല്ലേ. പക്ഷെ സിനിമ വന്നിട്ട് അമ്മയ്ക്ക് വലിയ വിഷമൊക്കെ ആയിരുന്നു സിനിമയുടെ ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പം അമ്മ പറഞ്ഞു നീ എന്തിനാ അവളാ ഒരു പണിക്കാരിയുടെ വേഷം ആ മറ്റേ കുട്ടിയുടെ വേഷം അഭിനയിച്ചൂടെ, അത്രേ ഉള്ളൂ. പിന്നെ അപ്പം ഉണ്ണേട്ടൻ്റെ അമ്മ വന്നു, ഒരു സിനിമ ആണ്, ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് ഷൂട്ട്, ഞങ്ങളുടെ ബന്ധുക്കൾ തന്നെയാണ് ആ വലിയ വീടും ഒക്കെ. അപ്പം ചോദിച്ചു എന്തിനാണ്? അമ്മ വന്നപ്പോൾ സലീമ മോനിഷനെ അടിക്കണ സീനാണ് അമ്മ കണ്ടത്. ഒറ്റ അടി കൊടുക്കണം. അങ്ങോട്ട് ദേഷ്യം പിടിച്ചു, ഉണ്ണേട്ടൻ്റെ അമ്മയ്ക്ക് ദേഷ്യം പിടിച്ചു. അവളാരാ എൻ്റെ മോളെ കുട്ടിയെ തല്ലാന്നൊക്കെ പറഞ്ഞു. അമ്മ ഞാൻ അമ്മയെ സിനിമ അഭിനയം എൻ്റെ കുട്ടിയെ ഞാൻ പോവാം, എന്നെ പുറത്തേക്ക് വിട്, വീട്ടിൽ കൊണ്ടുപോയി എഴുതി അമ്മേനെ. പിന്നെ നാഷണൽ അവാർഡ് വന്നല്ലോ, പ്രസിഡൻ്റ് അവാർഡ്, നമ്മൾ ഒട്ടും വിചാരിക്കാത്തത്. വാസ്തവത്തിൽ എനിക്ക് അന്ന് പ്രസിഡൻ്റ് അവാർഡ് എന്താണെന്നും കൂടി ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല, അറിയണവും കൂടി ഇല്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര അഭിമാനമായി. പ്രസിഡൻ്റാണ്, അമ്മയൊക്കെ പേട്രിയോട്ടിക്, അവരൊക്കെ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ആൾക്കാരായിരുന്നു. അതൊരു വലിയ സംഭവമായി. അങ്ങനെയൊക്കെ അപ്പോൾ അന്ന് മുതൽക്ക് ഞാൻ ഈ മോളുടെയിൽ കൂടി ഞാൻ എന്നെ കാണാൻ തുടങ്ങി. ആ ഈ ആഗ്രഹം എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം ഹരിഹരനും MT എന്നെ അതിൽ പിടിച്ചിരുന്നത്. ഞാനിരുന്നു. എനിക്ക് പിന്നെ കുറേ മോളുടെ ഇടയ്ക്കിടയ്ക്കുള്ള സിനിമയിലൊക്കെ ജയറാമിൻ്റെ സിസ്റ്ററായിട്ട് ഒരു ഇതായിട്ട് നേഴ്സായിട്ട് അതാണ് ഭാരതീയരൊക്കെ. അപ്പം മോളും ഉണ്ടായില്ല, പൊന്നമ്മ ചേച്ചിയുണ്ട്. അപ്പോൾ പറഞ്ഞു അവരോട് ആരുമില്ല, വേറെ ആരെയും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അവരെന്നെ വിളിച്ചത്. അപ്പം മോള് പറഞ്ഞു അമ്മയ്ക്ക് വേണമെങ്കിൽ മാത്രം അഭിനയിച്ചാൽ മതി. മോള് ഭയങ്കര സ്ട്രിക്റ്റാ, നോ ഇഫ് യു ഡോണ്ട് ടേക്ക് ഇറ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല അതല്ല മോളെ, ഇങ്ങനെ പറയുമ്പോൾ ഷൂട്ട് കിടക്കല്ലേ. അപ്പോൾ ബാലേന്ദ്രമേനും പറഞ്ഞു ശ്രീദേവി ഒന്ന് എന്നൊക്കെ. ഞാൻ പറഞ്ഞ ഒരു സീനൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ നേഴ്സിൻ്റെ സാരി ഒന്നും ഞാൻ ഉടുക്കില്ല, വെള്ള അതൊന്നും ഉടുക്കില്ല, അതൊന്നും വേണ്ട, അപ്പോൾ എടുത്ത് തന്നെ മതി പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെ എടുത്തിട്ടാണ് ആ ഒരു എന്തോ ഒരു ചെറിയൊരു സീനാണ്. അങ്ങനെ കുറച്ച് ഹൃദയഭേദത്തിൽ. അപ്പോൾ പിന്നെ MT വാസേട്ടനറിയാം, വാസേട്ടനറിയാം എനിക്ക് ഇതൊക്കെ താല്പര്യമൊക്കെ ഉള്ള ആളെന്ന്. വാസേട്ടൻ എൻ്റെ ഹസ്ബൻഡിനെയും വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഒറിജിനൽ